എനിക്കുണ്ടല്ലോ ഫുഡും കഫേസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ ഇതേ ഫോർട്ട് കൊച്ചി വരെ പോവാണ്. മേക്കപ്പ് ഞാൻ മുമ്പേ ചെയ്തു. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ചൂടെടുക്കാത്ത വിധത്തിലുള്ള ഈ തിൻ സ്ട്രാപ്പുള്ള കോട്ടൺ കുർത്തിയാണോ ഞാൻ ഇടുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് സ്റ്റൈൽ ചെയ്യാം. മാല ഞാൻ ഇത് തന്നെ ഇടുന്നത്. പിന്നെ ഈ ഒരു സിൽവർ മെറ്റലിന്റെ ഇയറിംഗ് ആണോ ഞാൻ ഇടുന്നത്. ഈ ഇയറിംഗും അതുപോലെ തന്നെ ഈ കുർത്തിയും ഞാൻ ബെല്ലാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. അത് കോൺവെന്റ് ജംഗ്ഷനിലാണ് എറണാകുളത്ത്. പിന്നെ ഞാൻ എന്റെ വാച്ച് ഇട്ടു. സ്ലീവ്ലെസ് കുർത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ കയ്യിലൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാലോ എന്തോരം ചൂടും വെയിലായിരിക്കുന്നു. സാൻഡൽസ് ഇട്ടു. പിന്നെ ഞാൻ ഈ സ്ട്രോ ഷോൾഡർ ഹാൻഡ് ബാഗ് ആട്ടോ എടുക്കുന്നത്. ഒരു ബീച്ച് വൈബ് അല്ല, ഒരു സമ്മർ വൈബ് കിട്ടിക്കോട്ടെ എന്ന് കരുതി. ഇത് ഞാൻ ബാംഗ്ലൂരിലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വില പേശി വാങ്ങിച്ചതാണ്. ഹെയർ ബാൻഡിന് പകരം ഞാൻ ഈ ഫ്ലോറൽ ഹെയർ ക്ലിപ്പ് ആട്ടോ എടുക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആണല്ലോ. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ആദ്യം പോയത് കാശി ആർട്ട് കഫേയിലാണ്. കാശി ആർട്ട് കഫേ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഫോർട്ട് കൊച്ചിയിൽ ഒരു ആർട്ട് കഫേ ആണ്. കുറെ ആർട്ട് വർക്ക്സും അതുപോലെ തന്നെ എസ്തെറ്റിക് ആംബിയൻസ് ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പ്രതിമയുടെ അടുത്ത് ഇരിക്കണം എന്നായിരുന്നു കേട്ടോ ആഗ്രഹം. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അവിടെ തിരക്കുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വേറെ സ്ഥലത്താണ് ഇരുന്നത്. പിന്നെ ഞാൻ അവിടുത്തെ ആർട്ട് വർക്ക്സും ഷാഡോസും ഒക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. സാൻഡ്വിച്ചും ഹോട്ട് ചോക്ലേറ്റും ആണോ പറഞ്ഞത്. പക്ഷെ ഹോട്ട് ചോക്ലേറ്റ് ഞാൻ വിചാരിച്ച അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാര്യം ഞാൻ ഇതിൽ നല്ലത് കുടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ലീല ആർട്ട് കഫേയിലാണോ പോയത്. അവിടെ ഞാൻ ഒരു ദിവസം പോയപ്പോഴേക്കും ആ ജനലിൽ കൂടി ഞാൻ ഒരു ചീസ് കേക്ക് കണ്ടു. എനിക്ക് അന്നത് വാങ്ങിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന് എന്തായാലും അത് ട്രൈ ചെയ്യാന്ന് കരുതി. ബ്ലൂബെറി ചീസ് കേക്ക് ആയിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആ താഴത്തെ ലെയർ ഇല്ലേ, അത് നല്ല സോഗിയായിരുന്നു. എനിക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കണതാണ് ഇഷ്ടം. പിന്നെ മിക്സിംഗിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൽ നന്നായിട്ട് ഞാൻ ഉണ്ടാക്കും ചീസ് കേക്ക്. 2 സ്ഥലത്തു നിന്നും വയറ് നിറയുന്ന രീതിയിൽ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ എറണാകുളത്തെ ചിയാങ്ങിലേക്ക് പോയി ചിക്കൻ മാഞ്ചോ സൂപ്പും ചിക്കൻ ഫ്രൈഡ് റൈസും കഴിച്ചു. പിന്നെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.